വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 20 മുതലുള്ള തിരുവചന ഭാഗം. മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് ഫരീസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞു, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല ദൈവം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് സുവിശേഷത്തിൽ ഈശോ ലോത്തിൻ്റെ ഭാര്യയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുന്നു, ഉപ്പുതൂണായിട്ട് പോകുന്നു. ദൈവം എന്താണോ ഉപേക്ഷിക്കുവാൻ പറഞ്ഞത് അവയിലേക്കാണ് ലോത്തിൻ്റെ ഭാര്യ നോക്കിയത്. ഉപേക്ഷിച്ചവയെ തിരിഞ്ഞു നോക്കുന്നത് മനസ്സിൽ അവയ്ക്ക് പിന്നെയും ഏതൊക്കെയോ സ്ഥാനങ്ങളുള്ളത് കൊണ്ടാണ്. അതായത് ഉപേക്ഷ അപൂർണമായതുകൊണ്ടാണ് തിരിഞ്ഞു നോക്കേണ്ടി വന്നത്. ഉപേക്ഷിച്ചവയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മുന്നേറുവാനുള്ള സമയമാണ്. തിരിഞ്ഞു നോക്കി സമയം കളയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുന്നിലുള്ള സാധ്യതകളെയാണ് എന്നേക്കുമായി നാം ഓരോരുത്തരും നഷ്ടപ്പെടുത്തുക. നമ്മിൽ സംഭവിക്കേണ്ട നന്മയൊന്നും സംഭവിക്കുന്നില്ലെങ്കിലും അതിൻ്റെ അർത്ഥം നാം എപ്പോഴോ ഉപ്പുതൂണായി പോയി എന്നതാകാം. ദൈവത്തിൻ്റെ കൽപ്പനകളോടും തീരുമാനങ്ങളോടുമൊക്കെ നാം മറുതലിക്കുമ്പോൾ നാമൊക്കെ അറിയാതെ ഉപ്പുതൂണുകളായിട്ട് മാറ്റപ്പെടുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോമിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരുമ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായത് മാത്രം നമ്മുടെ ചെയ്തികളിൽ ഉണ്ടാകുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അവൻ്റെ രണ്ടാമത്തെ ആഗമനം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടെ നമുക്കിന്നുണ്ടാവട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.